ഉയർച്ച പ്രാപിക്കാനും സകലത്തിൻ്റെ മീതെ വാഴാനും തക്കവിധമുള്ള ഒരു സൗഭാഗ്യം ഞാൻ നിനക്ക് തരും എന്ന് കർത്താവ് പറയുന്നു. ഇന്ന് തല കുനിച്ചെടുത്ത് നിൻ്റെ തല ഉയർത്തുന്ന മഹത്വ പ്രവൃത്തി കർത്താവിൻ്റെ ആത്മാവി ദൂത് കേൾക്കുന്നതോടുകൂടെ തന്നെ ആരംഭിക്കുകയാണ്. നീ കാത്തിരുന്ന അനുഗ്രഹം ഒരുപാട് ദൂരെയല്ല. നീ വിശ്വസിച്ചു തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ ദൈവം അത് നിനക്ക് വേണ്ടി ശവക്കല്ലറയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചതുപോലെ കർത്താവ് അതിനെ നിങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരും. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ മെസ്സേജ്. യേശു ക്രിസ്തുവിലൂടെ പഴയ നിയമ അനുഗ്രഹങ്ങൾ കംപ്ലീറ്റഡ് ആകുന്ന ദൈവവചനത്തിൻ്റെ ആ ഒരു മനോഹര സംസ്കാര യാത്ര നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. ഒരു കൾച്ചർ ഫോർമേഷൻ, അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ സകല ജാതികൾക്കും മീതെ ദൈവസഭ ഉന്നതമായി തീരുന്ന മനോഹരമായിരിക്കുന്ന ആ ഒരു ദൈവസഭയുടെ കൾച്ചറൽ ജേണി വളരെ സന്തോഷത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഉദയം ചെയ്ത് യേശു കർത്താവിലൂടെ വികസിച്ച് കാൽവറി മരണത്തിലൂടെ പൂർണ്ണത പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ സഭയിൽ ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നുള്ള ദൈവിക അനുഗ്രഹത്തിൻ്റെ വിശാലമായ കേൾവിയിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നത്. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹവന്ദനം. അപ്പോൾ തന്നെ ഉയരാൻ ശ്രമിച്ചിട്ട് പല കാരണങ്ങളാൽ പരാജയപ്പെടുന്നവരും ഒരു വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ശ്വാസം മുട്ടി ജീവസാഹചര്യത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വേദനിക്കുന്നവരും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള മാറ്റം, വിടുതൽ ഇന്ന് ഞാൻ നൽകുമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ ദൈവം മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ കർത്താവ് അവർക്ക് ആദ്യമേ നൽകുന്നത് അതിശക്തമായ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന അനുഗ്രഹം കേൾക്കുന്നവർ ഭാഗ്യവാന്മാരും ആ അനുഗ്രഹത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ അവസരം ലഭിച്ചവർ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യപ്രാപ്തരുമാണ്. കർത്താവ് നിങ്ങളെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നെ ഉന്നതമാക്കും, നിന്നെ ഞാൻ ഉയർത്തും, ജാതികൾക്ക് മീതെ മാനിക്കും തുടങ്ങിയ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. ഈ ശബ്ദം കേട്ട ഇസ്രായേൽ, ദൈവവാക്ക് മോശയിലൂടെ കേട്ട ജനത പിന്നീടുള്ള നാൾ വഴികളിൽ തങ്ങൾ ചെന്നിടത്തൊക്കെയും ഈ വാക്ക് തങ്ങളുടെ കൂടെ നിന്ന് സാധ്യമാക്കാൻ വേണ്ടി സഹായിയായി നിൽക്കുന്ന മഹാദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെയാണ് പഴയ നിയമത്തിൻ്റെ ചരിത്ര താളുകളിലെല്ലാം നമ്മൾ കാണുന്നത്. നിന്നോടൊരു വാക്ക് ദൈവം പറഞ്ഞാൽ നീ മറന്നാലും ദൈവം മറക്കില്ല. നിങ്ങളെ ഉയർത്തും, മാനിക്കും, ശ്രേഷ്ഠമാക്കുമെന്നൊരു പദം ദൈവത്തിൻ്റെ വായിന്ന് വീണാൽ നിങ്ങളുടെ സാഹചര്യം എത്ര അഴുക്കാണേലും ദൈവം പറഞ്ഞ വാക്കിന് അനുകൂലമാം വിധം അത് വഴിമാറി കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതിക്കകത്ത് നിങ്ങളെ മുന്നോട്ട് വിടാതെ ഞെരുക്കുന്ന സാഹചര്യത്തെ വകഞ്ഞു മാറ്റി തൻ്റെ ഉദ്ദേശപൂർണമായ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവാത്മാവ് പറയുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ദൂരെയല്ല. അത് യേശുവിലൂടെ ഇപ്പോൾ മുതൽ ദൈവം അത് നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണ്. സകല ജാതികളുടെയും മീതെ ഉന്നതമാക്കുമെന്ന വാഗ്ദത്തം പഴയ നിയമത്തിൽ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ ദൂത് വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് മോശയിക കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുരാതനമായൊരു രചനയല്ല. എൻ്റെ ജീവസാഹചര്യത്തിൻ്റെ അകത്ത് എൻ്റെ ഗണ്യമായ ജീവിത പ്രയാസങ്ങളെ മാറ്റിമറിപ്പാൻ തക്കവിധം സ്വർഗമെടുക്കുന്ന ഒരു അസാധാരണമായ നിലപാടായിട്ട് നിങ്ങൾക്ക് ഈ വചനത്തെ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഇന്നിത് വിശ്വസിച്ചാൽ നിങ്ങളുടെ കഷ്ടകാലം തീരും. നിങ്ങൾ ഈ വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ തോൽവികൾ അവസാനിക്കും. നിങ്ങൾ ഈ വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ ഭവനത്തിലെ ശാപങ്ങൾ പടിയിറങ്ങിപ്പോകും. നിങ്ങൾ ഈ വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഐശ്വര്യങ്ങൾ ഇരച്ചു കയറും. കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ വളർച്ചയും ഏറ്റവും ദുസ്സഹമായൊരു സാഹചര്യത്തിലായിരുന്നുവെന്ന്
സുവിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ തുടക്കം എത്ര പരിമിതമാണെങ്കിലും എത്ര ദുസ്സഹമാണെങ്കിലും നിന്നെ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം തലയ്ക്ക് മീതെ ഉള്ള കാലത്തോളം നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവം തന്നെ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഞാൻ നിന്നെ മാനിച്ചിരിക്കും. യേശുവിൻ്റെ ജീവകാലഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ മരണ പുനരുദ്ധാനങ്ങൾ കൊണ്ട് ഉറപ്പിച്ച ഒരു മഹാശക്തിയും സത്യവുമാണ് സകലതിനും മീതെ നിങ്ങളെയും അവിടുന്ന് ഉയർത്തിയിരിക്കുന്നു എന്നുള്ള പരമോന്നതമായ യാഥാർത്ഥ്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വരികൾ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എല്ലാറ്റിൻ്റെയും മീതെ ഉപവിഷ്ടമാക്കപ്പെട്ട ക്രിസ്തുവിനോട് ഒപ്പം സഭയായ നമ്മെയും ദൈവം മാനിക്കുന്ന മഹനീയമായ കാഴ്ചയുടെ വിവരണമാണ് എഴുതിയിരിക്കുന്നത്. തീർന്നില്ല. 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതായ അതിശക്തമായ ദൈവിക വെളിപ്പാടും നമ്മൾ കാണുന്നു. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യേശു ഭൂമിയിലേക്ക് വന്നത് തിരുവെഴുത്തിൻ്റെ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാനാണ്. ഈ വചനം കർത്താവായ യേശു നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യേശു ഇത് നിവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായി നിങ്ങളിനിയും ഈ വചനം നിവർത്തിക്കാൻ വേണ്ടി കിടന്ന് ബന്ധപ്പെടേണ്ടതില്ല. ഈ വചനം ക്രൈസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ ഗുണഭോക്താക്കളായി മാറുക എന്ന ഒറ്റ കടമ്പ മാത്രമേ ഇനി മുൻപിലുള്ളൂ. അതിന് യേശുവിൽ ഞാൻ സകലത്തിൻ്റെയും മീതെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ലളിതമായി വിശ്വസിച്ച് തുടങ്ങുക മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ദൈവമഹത്വം കാണാൻ കഴിയും. മരണപ്പെട്ട് കിടക്കുന്ന കല്ലറയ്ക്കകത്തെ ലാസറിൻ്റെ മൃതശരീരത്തെ ജീവിപ്പിക്കാൻ നേരം യേശു പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സകല ജാതികൾക്കും മീതെ നിന്നെ ഞാൻ ഉന്നതമാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ മുൻപേയായി വന്ന് നിൽക്കുമ്പോൾ ഇത് ഭവിക്കുമോ ഇല്ലയോ എങ്ങനെയെന്ന് ചോദിക്കാനല്ല ദൈവം നിങ്ങളോട് പറയുന്നത്. തക്ക സമയത്ത് ഈ വാക്ക് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച് മാത്രം ഇരിക്കുക. നിങ്ങൾ ദൈവമഹത്വം കാണും. അതായത് നിങ്ങളിത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റിസ്ക്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടാസ്ക്, ഇത് രണ്ടും കർത്താവ് തന്നെ ഏറ്റെടുക്കും. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ ക്രൂശ് മരണം നടക്കുമ്പോൾ തൻ്റെ ക്രൂശിലൂടെ യേശു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് സകല മനുഷ്യരുടെയും പതനത്തിന് കാരണമായ പിശാചിനെയും പാപത്തെയും മരണത്തെയും സകലവിധ ശാപങ്ങളെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. യേശു എൻ്റെ ശാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ഇനി ഞാൻ ഉയർച്ച പ്രാപിക്കും. യേശുവിൻ്റെ മരണം കൊണ്ട് യേശു നമ്മുടെ ദോഷങ്ങളെ നീക്കിയതിനാൽ നമുക്കിനി ശാന്തതയുടെയും ശാന്തിയുടെയും കാലഘട്ടമാണ്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. യേശു സാത്താനെ താഴ്ത്തി. പിശാചിൻ്റെ ഉന്നതമായ ചിന്താഗതികളെ, ഔന്നിത്യങ്ങളെ കർത്താവ് കാൽ കീഴോളം ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് കാൽവറിയിൽ തൻ്റെ ജയാഘോഷം നടത്തിയത്. യേശുവിൻ്റെ ക്രൂശ് മരണം കേവലം ഒരു ദുരന്തപൂർണമായ പര്യവസാന വേദിയല്ല. യേശുവിൻ്റെ കാൽവറി മരണം അജയ്യമായ തൻ്റെ മഹാദൗത്യത്തിൻ്റെ വിജയവേദിയായിട്ടാണ് കർത്താവ് അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. 100 എതിരികൾ എഴുന്നേൽക്കുമ്പോഴും പരിസരത്ത് നിൽക്കുന്നവരെല്ലാം വിരോധമായി ചിന്തിക്കുമ്പോഴും തടിച്ചുകൂടുന്ന വമ്പൻ ജനാവലിയുടെ നടുവിൽ ഒറ്റയ്ക്ക് നീ ക്രൂശിക്കപ്പെടുമ്പോഴും ഒരു കാര്യം മറന്ന് കളയരുത്, മറന്നു പോകരുത്. ഇതിൻ്റെ അപ്പുറത്ത് നിന്നെ മാനിക്കുന്ന മഹാദൈവ പദ്ധതി രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് നൽകുന്ന അനുഗ്രഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയും വിടരുകയും തന്നെ ചെയ്യും. ആമേൻ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം എത്തുമ്പോഴേക്കും അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വിശുദ്ധ സഭ രൂപപ്പെടുവാനുള്ളതിൻ്റെ മുന്നൊരുക്കങ്ങളെ നമ്മൾ കാണുകയാണ്. പെരുന്നാൾ നടക്കുന്ന കാലത്ത് യെരുശലേമിലേക്ക് തിങ്ങിപ്പാർക്കുവാൻ നാനാദേശങ്ങളിൽ നിന്നും നിരവധിയായിരിക്കുന്ന പ്രദേശങ്ങളിലെ യഹൂദന്മാരെല്ലാം ഒത്തുചേർന്നു. അറേബ്യരും ഗർത്തിരും പാർഥിമരുമൊക്കെ വന്നിരിക്കുന്ന ഈ മഹാജനതകളെല്ലാം തന്നെ അന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അപ്പോസ്തലന്മാർ പ്രസ്താവിക്കുന്നു. അന്ന് അനേക ജനതകൾ വന്ന്, അനേക ജാതികൾ വന്ന് അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ മുങ്ങി സ്നാനമേറ്റു. ചുരുക്കത്തിൽ അപ്പോസ്തലന്മാരുടെ കരങ്ങളെ മുഴുവൻ ജാതികളുടെയും മീതെ വിരിഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമായി യേശുവിൻ്റെ സഭ, പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് അവരുടെ ജീവിതത്തിൽ അത്തരമൊരു ചിത്രത്തെ വരച്ചു ചേർത്തു. നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. യേശുവിൻ്റെ സഭ സകല ജാതികളുടെയും മീതെ ഉന്നതമായിരിക്കുന്നതാണ്. യേശുവിൻ്റെ മക്കൾ സകല ദേശങ്ങൾക്ക് മീതെയും ഉന്നതരാണ്. യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ അവർ ഇന്ന് ദൈവമഹത്വത്തിൻ്റെ അടയാളത്താൽ സകലത്തിൻ്റെ മീതെ വാഴുന്നവരാണ്.
പത്രോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. കർത്താവ് നമ്മളോട് സംസാരിച്ച ഈ വാക്കുകൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഈ ദൂതിന് മുമ്പിൽ ഇന്ന് രാവിലെ നമുക്ക് അല്പനേരം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാക്കി മനസ്സിൻ്റെ പകൽ കർത്താവിന് മുൻപാകെ തുറന്നിട്ടുകൊണ്ട് ചില നേരം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പുമായ യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവിക ദൂതുകളെ മുറുകെ പിടിച്ചും അത് വിശ്വസിച്ചും അതായി തീരാൻ വേണ്ടി ദാഹിച്ചും ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നു. ദൈവവചനം ഒന്നും ചുമ്മാ പറയില്ല. അങ്ങയുടെ വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ വചനത്തിൻ്റെ താളുകളിൽ ഞങ്ങളുടെ കണ്ണിൽ നോക്കി തിളങ്ങുന്ന വചനങ്ങളെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പെയ്തു വീണ മന്ന പോലെ ഞങ്ങളതിനെ പിറക്കിയെടുക്കുകയാണ്. ഇത് ഞങ്ങളുടേതായി തീരുകയാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികളെക്കാളും ഉന്നതം ആക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താഴ്ചകളെ പരിഹരിപ്പാൻ, ഉന്നതമായി തീരേണ്ട ജീവമണ്ഡലങ്ങളെ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് എടുത്തുയർത്തേണ്ടതിന് ഇന്ന് രാവിലെ ഈ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിന് ബലമായി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പല കാരണങ്ങളാൽ ഉന്നതമാക്കപ്പെടേണ്ട ഞങ്ങളുടെ ജീവിത മേഖലകൾ പരിമിതമായി തടയപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തിക്കും അതിലേക്ക് വെമ്പൽ കൊണ്ട് കയറാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിനും ഇടയിൽ വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്ന വലിയ തോതിലുള്ള പ്രതിസന്ധികളുടെ മലകളെ ഉയർത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ മേൽക്കോയ്മകളും ഉടഞ്ഞു മാറട്ടെ. കർത്താവേ, നീ ഞങ്ങളെ ഉന്നതമാക്കാൻ സന്നദ്ധനായിരിക്കെ ഞങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന സകല മനുഷ്യരും പിശാചുക്കളും ഇന്ന് ഈ വചനത്തിൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ താളടിയായി പോകുന്നല്ലോ. അങ്ങയുടെ വിശുദ്ധ ശിഷ്യന്മാരെ സാധാരണ ജീവിത തകർച്ചയുടെ ഏടുകളിൽ നിന്നും ഉദ്ധരിച്ചിട്ട് അതിശ്രേഷ്ഠ അപ്പോസ്തോലിക മഹിമയിലേക്ക് അവരെ ഉയർത്തിയ കർത്താവിൻ്റെ കൃപ ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനും പുനരുദ്ധരിപ്പാനും ഉയർത്താനും പാകത്തിൽ വന്നു നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. അനേക കുടുംബങ്ങളിൽ ഇന്ന് ഈ ദൈവാലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവരിൽ പലരും ഒരു ഉന്നമനം പ്രതീക്ഷിച്ചിട്ടും എങ്ങും എത്താൻ കഴിയാതെ ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങൾ തടയപ്പെട്ടു പോയതിൽ വേദനിക്കുന്നവരാണ്. വെള്ളത്തിൽ മുക്കിത്താഴ്ത്തപ്പെടുന്ന ഒരു മനുഷ്യനെ പോലെ ഉയരേണ്ട നേരത്ത് ശ്വാസം മുട്ടിച്ചെന്ന പോലെ ജലത്തിന് കീഴിൽ മുക്കിപ്പിടിച്ച് പലരെയും തളർത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിരോധ ശക്തികൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ വ്യക്തികളെ വിട്ട് ജീവിതങ്ങളെ വിട്ട് അഴിഞ്ഞു മാറട്ടെ. പലരുടെയും ശരീരത്തിന് മേൽ വ്യാപാരം നടത്തുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നസ്രേനാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി വരട്ടെ. കർത്താവെ, ഊർജ്ജസ്വലമായി പല കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വലിയ ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും ഇവരെ കടത്തിവിട്ട് ശരീരം കൊണ്ട് പ്രയോജനപ്പെടാൻ കഴിയാത്ത രീതിയിൽ അതിനെ ഇവർക്ക് എതിരാക്കി മാറ്റി ആരോഗ്യ പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് പോരാട്ടം നടത്തുന്ന സകല ദുഷ്ടശക്തികളും ഇപ്പോൾ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൽ തന്നെ വലിയൊരു വിടുതൽ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, ഇന്നത്തെ ദൈവിക ദൂത് ഞങ്ങൾക്കൊരുപോലെ ബലവും അനുഗ്രഹവുമായതിനായിട്ട് നന്ദി. യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ വെച്ച് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ വിശുദ്ധ ആരാധനയിലും ഉപവാസ പ്രാർത്ഥനയിലും നിങ്ങൾ വന്ന് പങ്കുചേർന്ന് വിടുതൽ പ്രാപിക്കണം. കർത്താവായ യേശു മിശിഹ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.